എടുത്ത് സാർ അറ്റൻഡൻസ്. So in our previous sessions we discussed Hamiltonian. Hamiltonian discuss ചെയ്തു. What is the difference between Hamiltonian and Lagrangian? We discussed cyclic coordinates, then generalized momentum, and also we discussed how to find out Hamiltonian function h, which is nothing but sigma pk qk dot minus l. So today we are just going to see what is the physical significance of this Hamiltonian. In some cases we can write, നമ്മൾ കഴിഞ്ഞ സെഷന്റെ അവസാനം പറഞ്ഞു, the system is conservative, we can say the Hamiltonian is nothing but the total energy of the system. So if the Hamiltonian is conserved, which means the total energy is conserved. So ഇത് വേറൊരു രീതിയിൽ കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഇക്വലന്റ് ആണ് കൺസർവേഷൻ തിയറം ഫോർ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹാമിൽട്ടോണിയൻ ടോട്ടൽ എനർജി ആകുന്നത് എന്നതാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് സെഷനിൽ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി എ കൺസർവേറ്റീവ് സിസ്റ്റം. കൺസർവേറ്റീവ് സിസ്റ്റം ആയിരിക്കണം. അപ്പോൾ കൺസർവേറ്റീവ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? We can say the potential energy V is independent of velocity. It depends only on position. Potential energy എന്ന് പറയുന്നത് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ആരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല? വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ക്ലിയർ ആണ്? വെലോസിറ്റിയെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യത്തില്ല? ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതല്ലയോ കൺസർവേറ്റീവ് സിസ്റ്റം? Is it clear? Yes. So if qk is the generalized coordinate, and qk dot is the generalized velocity, we can say in a conservative system dou v by dou qk dot എന്തായിരിക്കും? dou v by dou qk dot എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, കാരണം പൊട്ടൻഷ്യൽ എനർജിയിൽ ആര് കാണത്തില്ല? വെലോസിറ്റി കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചു. We learned what is generalized momentum pk. What is pk? Dou L by dou qk dot. Dou L by dou qk dot, and we know L is nothing but t minus v. So dou by dou qk dot of t minus v, right? Dou by dou qk dot of t minus v. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിലുണ്ട്. ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ കെ ഡോട്ട് ആണ്. ബട്ട് ഇൻ എ കൺസർവേറ്റീവ് സിസ്റ്റം ഡോ വി ബൈ ഡോ ക്യൂ കെ ഡോട്ട് എന്താണ്? 0 ആണ്. സോ പി കെ ഇസ് നത്തിങ് ബട്ട് ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട്. ഇതായിരുന്നു നമ്മുടെ ജനറൽ കേസ്. ഓർമ്മയുണ്ടോ? ജനറൽ കേസിൽ ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട് എന്ന് നമുക്ക് കിട്ടിയേ. എന്നിട്ട് നമ്മൾ കൺസർവേറ്റീവ് സിസ്റ്റം ആയതുകൊണ്ട് നമ്മളാണ് അവിടെ ഒരു മൈനസ് വി കൊണ്ടുവന്നത്. കാരണം വി നീഡ് ടു ഇൻക്ലൂഡ് ദാറ്റ് ലഗ്രാഞ്ചിയൻ there. ഓർമ്മയുണ്ടോ അത്? ഓക്കെ. സോ ജനറലൈസ്ഡ് മൊമെന്റ് ഇപ്പം കൺസർവേറ്റീവ് സിസ്റ്റം എങ്ങനെ എഴുതാം? ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട്. സോ വാട്ട് ഇസ് ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ എച്ച്? എച്ച് ഈക്വൽ ടു സിഗ്മ കെ പി കെ qk dot minus l. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഇഫ് there are k generalized, എത്ര ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ടോ അത്രയും ആ ഹാമിൽട്ടോണിയൻ ഫംഗ്ഷനിൽ വരണം. അതായത് ഇപ്പം എക്സും വൈയും ആണെങ്കിൽ ഇതെങ്ങനെ മാറും? പി എക്സ് എക്സ് ഡോട്ട് പ്ലസ് പി വൈ വൈ ഡോട്ട് മൈനസ് എൽ എന്ന് പറഞ്ഞ് മാറും. ഓക്കെ, അതാണ് ഈ സിഗ്മ നൊട്ടേഷന്റെ അർത്ഥം. എത്ര ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ടോ അത്രയും പി എക്സ് പി കെ ക്യൂ കെ ഡോട്ട് നിങ്ങൾ അവിടെ എഴുതണം. ഓക്കെ ആണോ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഇന്ന കൺസർവേറ്റീവ് സിസ്റ്റം പി കെക്ക് പകരം എന്ത് കൊടുക്കാം? ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട്, റൈറ്റ്? സോ ഇറ്റ് ഈസ് സിഗ്മ കെ ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട് into qk dot.
minus L. Sigma K dot T by dot QK dot into QK dot minus L. എന്താണ്? Which is nothing but the expression for Hamiltonian H. ഇവിടെ ഒരു ചെറിയ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നടത്തുക. Suppose in a system X is the what? Generalized coordinate. Okay, then what is the expression for kinetic energy T? T equal to half m x dot square. ആണോ? The expression for kinetic energy T equal to half m x dot square. ശരിയല്ലേ? അതായത് നമ്മളിത് ഈ ഒരു എക്സ്പ്രഷൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് ചെയ്യാൻ പോകുന്നത്. ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ക്യൂ കെ ഡോട്ട്. അതായത് ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും അത്? ഡോ ടി ബൈ ഡോ എക്സ് ഡോട്ട് ഇൻറ്റു എക്സ് ഡോട്ട്. അത് എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. ഓക്കെ, സോ ഡോ ടി ബൈ ഡോ എക്സ് ഡോട്ട് എത്രയാ? ഈ കൈനറ്റിക് എനർജി എക്സ് ഡോട്ട് കൊണ്ട് ഡെറിവേറ്റീവ് എടുത്ത് എത്ര കിട്ടും? എം എക്സ് ഡോട്ട്. ശരിയാണോ? എം എക്സ് ഡോട്ട് ഇൻറ്റു എക്സ് ഡോട്ട്, which is nothing but m x dot square. M x dot square, which is nothing but 2 times kinetic energy. 2 times kinetic energy, which means if you take the derivative of kinetic energy with respect to generalized velocity and multiplied with velocity, you will get 2 times kinetic energy. Clear ആണോ? അതായത് ഈ ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 times kinetic energy ആയിരിക്കും ഈ ടേം. ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ക്യൂ കെ ഡോട്ട് എന്ന് പറഞ്ഞാൽ 2 times kinetic energy ആണ്. അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടെ ഒരെണ്ണം ചെയ്ത് കാണിച്ചത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ the expression of T should be homogeneous quadratic function in QK dot. ഇവൻ എന്തായിരിക്കണം? കൈനറ്റിക് എനർജി ഹോമോജീനിയസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. അതിലൊരു നോൺ ലീനിയാരിറ്റി ടേം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേപോലെ ഹോമോജീനിയസ്, ഇൻ മെനി കേസസ് കൈനറ്റിക് എനർജി ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ഹോമോജീനിയസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പം അങ്ങനെ ഹോമോജീനിയസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ യു ക്യാൻ സേ dot T by dot QK dot into QK dot is 2 times kinetic energy. സംശയം ഉണ്ടോ? Is it clear? So അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? H equal to, ഇത് അവസാനം മനസ്സിലായ വരാതിരിക്കണം, കാരണം ഇതിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് ഇതിലേക്കല്ല വരുന്നത്. ഈ ടി ഹോമോജീനിയസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് അസ്യൂം ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്യുന്നതാണ്. So ഈ ടേമിന് പകരം we can say it is 2 times kinetic energy 2t minus L, which is 2t minus L-ന് പകരം t minus v. എത്ര കിട്ടും? It is nothing but t plus v, which is the sum of kinetic energy and potential energy, which is nothing but the total energy of the system. So you can say the Hamiltonian is the total energy of the system if the system is conservative and if you are able to express the kinetic energy in the form of a homogeneous quadratic equation. In this case you can say Hamiltonian is nothing but the total energy of the system. എല്ലാ കേസിലും നമുക്കത് പറയാൻ പറ്റത്തില്ല. So you can say H equal to T plus V if the system is conservative, or you need to express kinetic energy in it's the form of homogeneous quadratic function in QK dot. Clear ആണോ? So this is the physical significance of Hamiltonian function. മുന്നോട്ട്. Okay, next we can discuss the last part of the topic, which is the Hamilton's equation, which is very important. നമ്മൾ ഇതുവരെ ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ എഴുതാൻ പഠിച്ചു അല്ലേ? അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് പഠിച്ചു. Now we need to solve a physical system using Hamiltonian dynamics. For that you need to know Hamilton's equation. ഏതുപോലെ
ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ പോലെ. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ എന്തായിരുന്നു? ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈക്വൽ ടു 0. അതുപോലെ ഹാമിൽട്ടൺസ് ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പം ഈ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, ദ എച്ച് ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ എച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വാട്ട്? ഏതിൻ്റെയൊക്കെയാണ് ഫംഗ്ഷൻ ഹാമിൽട്ടോണിയൻ എച്ച്? പറഞ്ഞേ. ഹാമിൽട്ടോണിയൻ ഏതിൻ്റെയൊക്കെ ഫംഗ്ഷൻ ആണ്? So it is a function of qk, generalized coordinate, generalized momentum and time. തെറ്റി പോകരുത്. ഡോണ്ട് സേ qk dot t. qk dot വരുന്നത് ലഗ്രാഞ്ചിയൻ ആണ്. So h is a function of qk, pk and t. Also we proved what is h. നമ്മൾ h ന്റെ ഒരു എക്സ്പ്രഷൻ എഴുതി അല്ലേ? h equal to sigma k pk qk dot minus l. Also we proved h equal to sigma k pk qk dot minus l. So in order to derive Hamilton's equation, the way is just find out dh in these two cases. ഈ കേസ് ഉപയോഗിച്ച് ജസ്റ്റ് ഫൈൻഡ് ഡി എച്ച്, അതുപോലെ ഈ കേസ് ഉപയോഗിച്ചും ജസ്റ്റ് ഫൈൻഡ് ഡി എച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഡി എച്ച് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ദെൻ ഇക്വേറ്റ് ദ കോഎഫിഷ്യൻസ്. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ജസ്റ്റ് ഫൈൻഡ് ദ ചേഞ്ച് ഇൻ ഹാമിൽട്ടോണിയൻ ഇൻ ദീസ് ടു കേസസ്. ഇപ്പോൾ ആദ്യം, സിൻസ് എച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ കെ, പി കെ ആൻഡ് ടി, യു ക്യാൻ സേ ഡി എച്ച് എങ്ങനെ എഴുതാൻ പറ്റും? dh എങ്ങനെ എഴുതാൻ പറ്റും? The variation in h due to the variation in qk, variation in pk and variation in t. എങ്ങനെ എഴുതാൻ പറ്റും? dou h by, so it is sigma k dou h by, പറഞ്ഞോ, dou h by dou qk into dqk അല്ലേ? ഓരോന്നിന്റെ വേരിയേഷൻ ഒക്കെ അല്ലേ? പ്ലസ് sigma k dou h by dou pk into dpk. സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ചോദിക്കണേ. സംശയം ഉണ്ടോ? ഇല്ല സർ. പ്ലസ് dou h by dou t into dt. Okay, so by using this, since Hamiltonian is a function of qk, pk and t, we are able to write what is change in Hamiltonian due to the variation in qk, due to the variation in pk and due to the variation in time. So this is equation 1. Now we are just deriving what is the variation of dh using second case. ഈ കേസ് ഉപയോഗിച്ച് എങ്ങനെയാണ് dh എഴുതാം എന്നുള്ളതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. എങ്ങനെ എഴുതാം? സിൻസ് h equal to sigma k pk qk dot minus l, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം? ഈക്വൽ ടു sigma k first function into derivative of the second. Okay, so I'm just taking qk dot as a function, so qk dot into dpk, derivative of the second, plus sigma k second function into pk, derivative of the second. Minus dl. Okay ആണോ? dh sigma k qk dot dpk plus sigma k pk dqk dot minus dl. Okay ആണോ? സോ ഇവിടെ നമുക്കൊരു ഡി എല്ലിന്റെ ടേം ഉണ്ട്. ആ ഡി എല്ലിന്റെ ടേമും കൂടെ നമുക്കൊന്ന് മാറ്റണം. അത് നമുക്ക് മാറ്റാൻ എന്ത് ചെയ്യാം? നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് വി നോ എൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് വാട്ട്? ക്യൂ കെ ഡോട്ട് ടി. ഇതൊന്ന് കണ്ടുപിടിച്ച എല്ലാവരും, ഞാൻ പറയുന്ന ആൾ ഉത്തരം പറയണേ. വാട്ട് ഇസ് ഡി എൽ? വാട്ട് ഇസ് ഡി എൽ? ഒന്ന് പറഞ്ഞേ കണ്ടുപിടിച്ചിട്ട്. ഇതുപോലെ നമ്മൾ ഡി എച്ച് എഴുതിയതുപോലെ ഇവിടെ എഴുതുക. ഇപ്പൊ ഡി എച്ച് എഴുതിയതുപോലെ ജസ്റ്റ് ഫൈൻഡ് വാട്ട് ഇസ് ഡി എൽ.
ഡി എൽ ഇവിടെ എഴുതുക. ആര് പറയും? സജിത്തെ? സജിത് ഉണ്ടോ? ആ പറഞ്ഞോ. ഡി എൽ എങ്ങനെ എഴുതാം? DL is equal to sigma k. Sigma k. Dou L by dou Q k. Dou L by dou Q k into dq k plus sigma k dou L by dou Q k dot into dq k dot. Dou L by dou Q k dot into dq k dot. ബാക്കിയുള്ളത് ശരിയാണോ നോക്കണേ? പ്ലസ് dou L by dou t into dt. Plus dou L by dou t into dt. Very good. ശരിയാണോ? ബാക്കിയുള്ളവരുടെ അഭിപ്രായത്തിൽ ശരിയാണോ ഡി എൽ? ഓക്കെ. പക്ഷെ ഇവിടെ ഇനി നമുക്ക് രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ നടത്താം. കാരണം വി നോ ഡി എൽ ബൈ ഡി ക്യു കെ ഈക്വൽ ടു പി കെ, റൈറ്റ്? ഡോ എൽ ബൈ ഡോ ക്യു കെക്ക് പകരം നമുക്ക് പി കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ശരിയാണോ? ശരിയാണോ? ഡോ എൽ ബൈ ഡോ ക്യു കെക്ക് പകരം നമുക്ക് പി കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവോ? സർ പി കെ ഡോട്ട് അല്ലേ? അതെ, പി കെ ഡോട്ട് ആണ്, നോട്ട് പി കെ. സോ ഡോ എൽ ബൈ ഡോ ക്യു കെക്ക് പകരം വി നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് പി കെ ഡോട്ട്, ആൻഡ് ഡോ എൽ ബൈ ഡോ ക്യു കെ ഡോട്ടിന് പകരം വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് പി കെ. സോ ഡോ എൽ ബൈ ഡോ ക്യു കെ ഡോട്ടിന് പകരം വി നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് പി കെ. അപ്പോൾ എന്താവും ഡി എൽ? സോ വി ക്യാൻ റൈറ്റ് ഡി എൽ ഈക്വൽ ടു സിഗ്മ കെ. എന്റെ കൂടെ എഴുതി പോണേ, പി കെ ഡോട്ട് ഡി ക്യു കെ പ്ലസ് സിഗ്മ കെ പി കെ ഡി ക്യു കെ ഡോട്ട് പ്ലസ് ഡോ എൽ ബൈ ഡോ ടി ഇൻറ്റു ഡി ടി പ്ലസ് ഡോ എൽ ബൈ ഡോ ടി ഇൻറ്റു ഡി ടി. ശരിയാണോ? ഈ ഇക്വേഷനെ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ 2b എന്ന് പറയുന്ന ഇക്വേഷനെ ഏതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഡി എല്ലിനെ എവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 2l സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Just substitute the value of dl in 2a and just write the final expression. എല്ലാവരും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഡി എൽ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ ടേമും ക്യാൻസൽ ചെയ്യും. പി കെ ഡി ക്യു കെ ഡോട്ടും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് മൈനസ് ആകും. ഈ രണ്ട് ടേമും ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്ന ടേം എന്താണെന്ന് എഴുതുക. ജസ്റ്റ് റൈറ്റ് വാട്ട് ഇസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഓഫ് ഡി എച്ച്. എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ടോ? എഴുതിക്കേ. 2a becomes, ഞാൻ ഫൈനലാണ് എഴുതുന്നത്, നിങ്ങളത് ക്യാൻസൽ ചെയ്ത് ഈ ഉത്തരം കിട്ടുന്നോന്ന് പറയണം. ഇക്വേഷൻ 3 കിട്ടുന്നുണ്ടോന്ന് പറയണേ. അതുപോലെ നമ്മുടെ ഇക്വേഷൻ 1 കൂടെ ഒന്ന് എടുത്ത് എഴുതുക.
ഇക്വേഷൻ 3 കിട്ടുമോ? കിട്ടി സർ. കിട്ടി. എല്ലാവരും നോക്കാം. എന്നിട്ട് ഇക്വേഷൻ 1 കൂടെ ഇതിന്റെ അടുത്തൊന്ന് എഴുതിക്കേ. നമുക്ക് കിട്ടിയ ഇക്വേഷൻ 1 കൂടെ ഇതിന്റെ അടുത്തേക്ക് എഴുതുക. dqk പ്ലസ് സിഗ്മ k ഡോ h ബൈ ഡോ pk dpk പ്ലസ് ഡോ h ബൈ ഡോ t ഇൻറ്റു dt. ഇതായിരുന്നു ഇക്വേഷൻ 1. സോ വി അറൈവ് അറ്റ് ദ ഫൈനൽ സ്റ്റേജ്. അപ്പം ഇക്വേഷൻ 3 എല്ലാവർക്കും കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് ഇക്വേഷൻ 1. Then compare the coefficients of dpk, dqk and dt. ഈ രണ്ട് ഇക്വേഷനിലും dpkയുടെയും dqkയുടെയും dtയുടെയും കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുക. Then you will get what is Hamilton's equation. അപ്പോൾ ഇക്വേഷൻ 3ലെ ഇക്വേഷൻ 1ന്റെയും കോഎഫിഷ്യന്റ് pkയുടെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ dpk കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ we will get, so comparing the coefficients of dpk നമുക്ക് കിട്ടുന്ന എന്താണ്? അപ്പോൾ dpkയുടെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ we will get qk dot equal to dou h by dou pk. ആണോ? qk dot equal to dou h by dou pk. Comparing the coefficients of dqk, we will get pk dot equal to minus dou h by dou qk. pk dot equal to minus dou h by dou qk. And comparing the coefficients of dt, we will get the final one. Dou h by dou t equal to, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്, dou h by dou t equal to minus dou L by dou t. Dou h by dou t equal to minus dou L by dou t. Okay, so these are called Hamilton's equation. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. These are called Hamilton's equation. എന്താണ്? qk dot equal to dou h by dou pk, pk dot equal to minus dou h by dou qk, and dou h by dou t equal to minus dou L by dou t. So in most general, like these two equations, ഏതൊക്കെ? qk dot equal to dou h by dou pk and pk dot equal to minus dou h by dou qk are called Hamilton's equations or Hamilton's canonical equations of motion. The process of describing the equation of motion of a system by these two equations is called Hamiltonian dynamics. Clear? നിങ്ങൾ ഈ രണ്ട് ഇക്വേഷന്റെ പ്രത്യേകത നോക്കിയാൽ these two are first order differential equation, not a second order differential equation. So for a system, if you have what n number of generalized coordinate, or if k equal to n, നമ്മുടെ k ആണ് ഇവിടുത്തെ generalized coordinate എണ്ണം. If k equal to n, you need to write 2n. You need to write 2n first order differential equation in the place of n second order differential equation in the case of Lagrangian. But it is very easy to solve 2n first order differential equation when it is compared with n second order differential equation. n equations ullu ennundengiലും you are going to solve a second order differential equation. So that's a difficult task. ഇവിടെ 2n equations ഉണ്ടെങ്കിലും they are all first order equations. So it is very easy to solve the equation of motion. അത് നമുക്ക് ഇനിയുള്ള ഇതിൽ കാണാം എങ്ങനെയാണ് അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. ക്ലിയർ ആണോ? സോ ഹാമിൽട്ടൺസ് ഇക്വേഷൻ എന്തെന്ന് ചോദിച്ചാൽ these two equations are called Hamilton's equation. qk dot equal to dou h by dou pk and pk dot equal to dou h by dou qk. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. അപ്പം ഇത് രണ്ടും കാണാതെ പഠിക്കണം. qk ഡോട്ടിന് പോസിറ്റീവും pk ഡോട്ടിന് നെഗറ്റീവും.
ഓക്കെ, ഇപ്പം തന്നെ അത് കറക്റ്റായിട്ട് എഴുതി വെക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ നമുക്കിത് ചെയ്യാൻ പറ്റും. സൈക്ലിക് കോർഡിനേറ്റ് നമുക്കറിയാം, എല്ലിൽ നമ്മൾ പറഞ്ഞു ലഗ്രാഞ്ചിയനിൽ ക്യൂ കെ ഇല്ലെങ്കിൽ ഡോ എൽ ബൈ ഡോ ക്യൂ കെ 0 ആയിരിക്കും. ആ ക്യൂ കെ നമ്മൾ എന്തെന്ന് വിളിക്കും? സൈക്ലിക് കോർഡിനേറ്റ് എന്ന് വിളിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി കെ കൺസർവ്, ആ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. അത് തന്നെ ഇവിടെയും പറയാം. ഇഫ് ദ ഹാമിൽട്ടോണിയൻ doesn't contain qk coordinate, what is pk dot? If the Hamiltonian doesn't contain qk coordinate, what is pk dot? pk dot equal to 0, right? Which means pk is constant. അതിന്റെ അർത്ഥം എന്താണ്? pk equal to എന്തെന്ന് അർത്ഥം? കോൺസ്റ്റന്റ് ആണെന്ന് അർത്ഥം. So if the Hamiltonian doesn't contain a coordinate qk, then we can call qk a cyclic and the momentum corresponding to qk is a constant of motion. So in using Hamiltonian also you can prove the momentum corresponding to cyclic coordinate is constant. Clear or no? Is it clear? Yes. Okay. അപ്പം ഇത് മാത്രമേ ഉള്ളൂ ഹാമിൽട്ടൺസ് ഇക്വേഷൻ. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത്, we discussed the physical significance of Hamiltonian. Also we discussed what? We discussed how to derive Hamilton's equation. Okay, നമുക്കൊരു കേസ് സ്റ്റഡി നടത്താം. ഒരു കേസ് സ്റ്റഡി നടത്താം, ഹാമിൽട്ടൺസ് ഇക്വേഷൻ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളത്. വി ആർ ജസ്റ്റ് കൺസിഡറിങ് എ വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ. ആൻഡ് you know, in the case of a harmonic oscillator, one dimensional, we are just taking x only. X ആണ് നമ്മുടെ coordinate, generalized coordinate. So we can write what is t? T equal to half m x dot square. അല്ലേ? So we are just solving one dimensional harmonic oscillator using Hamilton's equation. അപ്പോൾ നമ്മൾ ആദ്യം t എഴുതി, then we need to write what is v. In the case of a harmonic oscillator, what is v? Half k x square. അല്ലേ? ഒന്ന് ഹാഫ് എം വി സ്ക്വയറും മറ്റേത് ഹാഫ് കെ എക്സ് സ്ക്വയറും ഹാർമോണിക് ഓസിലേറ്ററിന്റെ. ദാൻ വി നീഡ് ടു റൈറ്റ് വാട്ട് ഇസ് എൽ. അല്ലേ? എങ്കിൽ മാത്രമല്ലേ നമുക്ക് ജനറലൈസ്ഡ് മൊമെന്റ് എഴുതാൻ പറ്റത്തുള്ളൂ. എൽ ഈക്വൽ ടു ടി മൈനസ് വി. സോ ഇറ്റ് ഈസ് ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ minus half k x square. Half m x dot square minus half k x square. അടുത്ത എന്ത് കണ്ടുപിടിക്കും? L എഴുതിയാൽ അടുത്ത എന്ത് കണ്ടുപിടിക്കാം? Just find what is px, generalized momentum. അപ്പോൾ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സ്റ്റെപ്പ് ഇതാണ്. ഫസ്റ്റ് യു നീഡ് ടു റൈറ്റ് വാട്ട് ഇസ് L, then you need to write what is generalized momentum px. എന്ത് ചെയ്യണം? px equal to ഒറ്റ ഇതല്ലേ ഉള്ളൂ, ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട്. എത്ര കിട്ടും? ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് എം ഇൻറ്റു എക്സ് ഡോട്ട്. എം ഇൻറ്റു എക്സ് ഡോട്ട്. പി എക്സിൽ ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ, ഇവിടുന്ന് എം ഇൻറ്റു എക്സ് ഡോട്ട് എഴുതുമ്പോൾ തന്നെ ജസ്റ്റ് റൈറ്റ് വാട്ട് ഈസ് എക്സ് ഡോട്ട് ഓൾസോ. കാരണം അത് നമുക്ക് വേറൊരു ആവശ്യം വരും. അവിടെ നിന്ന് തന്നെ നിങ്ങൾ ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ എക്സ്പ്രഷനും കൂടെ എഴുതി വെക്കുക. കാരണം എക്സ് ഡോട്ട് ഈക്വൽ ടു പി എക്സ് ബൈ എം. x dot equal to px by m. Then say what is h? H equal to sigma k pk qk dot minus l. ഇവിടെ ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റേ ഉള്ളൂ, x മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് px x dot minus l. കണ്ടോ? അതായത് നമ്മൾ പറഞ്ഞു ഹാമിൽട്ടോണിയൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ജനറലൈസ്ഡ് മൊമെന്റം, ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആൻഡ് ടൈം. അപ്പോൾ ഈ എക്സ് ഡോട്ടിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് നമ്മൾ പി എക്സ് കണ്ടുപിടിച്ചപ്പോൾ എക്സ് ഡോട്ടിനെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഈ എക്സ് ഡോട്ടിന് പകരം യു നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് എക്സ് ഡോട്ട് ഹിയർ. അപ്പോൾ എന്ത് വരും? പി എക്സ് ഇൻറ്റു എക്സ് ഡോട്ടിന് പകരം പി എക്സ് ബൈ എം മൈനസ് എൽ. വാട്ട് ഇസ് എൽ? ഹാഫ് m
എക്സ് ഡോട്ട് എഴുതാൻ പാടില്ല, അതിന് പകരം പി എക്സ് ബൈ എം ദ ഹോൾ സ്ക്വയർ മൈനസ്, ഇപ്പം ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. സോ ഇവിടെ ഒരു പി എക്സ് സ്ക്വയർ ബൈ എം ഉണ്ട്, അതുപോലെ ഇവിടെ എന്തുണ്ട്, പി എക്സ് സ്ക്വയർ ബൈ എം സ്ക്വയർ, എം ക്യാൻസൽ ചെയ്യുമ്പോൾ പി എക്സ് സ്ക്വയർ ബൈ എം മൈനസ് ഹാഫ് പി എക്സ് സ്ക്വയർ ബൈ എം അല്ലേ. സോ ഇറ്റ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ എച്ച് ഈസ് വാട്ട്, പി എക്സ് സ്ക്വയർ ബൈ 2m px square by 2m plus half kx square. മനസ്സിലായോ? ഒരിക്കലും ഹാമിൽട്ടോണിയൻ എഴുതുമ്പോൾ എക്സ് ഡോട്ട് വരരുത്. ആ എക്സ് ഡോട്ടിനെ ജനറലൈസ്ഡ് മൊമെന്റം കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ ആ ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് ജനറലൈസ്ഡ് മൊമെന്റം കണ്ടുപിടിക്കണം. അത് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മനസ്സിലായോ? എക്സ് ഡോട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതുപോലെ എല്ലിലുള്ള എക്സ് ഡോട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ജസ്റ്റ് റൈറ്റ് ഫൈനൽ എക്സ്പ്രഷൻ എച്ച്. ക്ലിയർ? സംശയമുണ്ടോ? ഇല്ല സർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എച്ച്. അപ്പം ഇൻ ദിസ് വേ യു ക്യാൻ ഫൈൻഡ് വാട്ട് ഇസ് എച്ച്. അപ്പൊ ക്വസ്റ്റ്യൻ എച്ച് വരെ ചോദിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതുവരെ എഴുതിയാൽ മതി. എച്ച് ഈക്വൽ ടു പി എക്സ് സ്ക്വയർ ബൈ 2m പ്ലസ് ഹാഫ് കെ x square, px square by 2m plus half k x square. ഇനി എന്ത് കണ്ടുപിടിക്കണം? We need to write Hamilton's equation. എന്താണ് Hamilton's equations? ഒന്ന് qk dot equal to എന്താ, ഡോ h by ഡോ pk. അടുത്തത് pk dot equal to minus ഡോ h by ഡോ qk. ഇവിടെ ക്യൂ കെക്കും പി കെക്കും പകരം എക്സും പി എക്സും ആണ്. സോ ഫസ്റ്റ് യു നീഡ് ടു റൈറ്റ് വാട്ട് ഇസ് എക്സ് ഡോട്ട്. വാട്ട് ഇസ് എക്സ് ഡോട്ട്? എക്സ് ഡോട്ട് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി എക്സ്. ഡോ എച്ച് ബൈ ഡോ പി എക്സ് എത്ര കിട്ടും? ഈ ടൈമിൽ ഫസ്റ്റ് ടൈമിൽ മാത്രമല്ലേ പി എക്സ് ഉള്ളൂ. സോ ഡോ എച്ച് ബൈ ഡോ പി എക്സ് എടുക്കുമ്പോൾ 2px by 2m which is nothing but px by m. px by m. So you got x dot equal to px by m. അവിടെ നിന്നും റൈറ്റ് വാട്ട് ഇസ് px. px equal to m x dot. So the second Hamilton's equation you can say px dot equal to minus dou h by dou x. px dot equal to minus dou h by dou x എന്ത് കിട്ടും? which is minus എന്ത് കിട്ടും? minus px dot എന്ത് കിട്ടും? ഈ എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സെക്കൻഡ് ടൈമിൽ മാത്രമല്ലേ ഉള്ളൂ എക്സ്. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു 2kx, പിന്നെ ഒരു മൈനസ് ഉണ്ട്. ശരിയാണോ? അതെ സർ. സോ px dot equal to minus kx. But we know what is px. It is mx dot. So what is px dot? mx double dot equal to minus kx. mx double dot equal to minus kx. So you can say it is nothing but x dot plus k by m. x dot plus k by m into x equal to 0. ഇതല്ലേ നിങ്ങൾ പഠിച്ച ഹാർമോണിക് ഓസിലേറ്റർ. d square x by dt square plus omega square x equal to 0, where omega square equal to k by m. So this is the equation for one-dimensional harmonic oscillator. So we proved the same equation by using Hamilton's equation. ഇപ്പോൾ മനസ്സിലായോ? രണ്ട് ഇക്വേഷൻ ഉണ്ടായിട്ട് നമുക്ക് വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല. കാരണം since it is a first order differential equation, it is very easy to solve. അപ്പം അത് ചെയ്യേണ്ടത് ഇതാണ്. qk ഡോട്ട് എഴുതുക. അത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? പി എക്സിന്റെ ടേം കിട്ടും. ആ പി എക്സിന്റെ ടേം സൈഡിലൊന്ന് എഴുതി വെക്കുക. അടുത്ത പി എക്സ് ഡോട്ട് കണ്ടുപിടിക്കുക. ആ പി എക്സിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരിക്കൽ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എളുപ്പമാണോ?
എളുപ്പമാണോ? ആ സർ. അപ്പോൾ ഹാമിൽട്ടൺസ് ഇക്വേഷൻ എഴുതാൻ ആദ്യം ടി എഴുതുക, സിസ്റ്റത്തിന്റെ പഴയതുപോലെ നമ്മൾ ലഗ്രാഞ്ചിയൻ ചെയ്ത പോലെ ലഗ്രാഞ്ചിയൻ വരെ എഴുതുക. അതിനുശേഷം ജനറലൈസ്ഡ് മൊമെന്റം കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പേപ്പർ എഴുതി വെക്കണം. അതായത് എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നമ്മുടെ ഒരു കോൺസെപ്റ്റ് ട്രീ പോലെ. ജനറലൈസ്ഡ് മൊമെന്റം കണ്ടുപിടിക്കുക. ആ ജനറലൈസ്ഡ് മൊമെന്റത്തിന്റെ എക്സ്പ്രഷനിൽ നിന്നും റൈറ്റ് വാട്ട് ഇസ് ജനറലൈസ്ഡ് വെലോസിറ്റി. അത് കഴിഞ്ഞ് ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ എഴുതുക. അവിടെ എക്സ് ഡോട്ടിന് പകരം ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പി എക്സിന്റെ ടേമിലേക്ക് മാറ്റുക. ഒരിക്കലും ഹാമിൽട്ടോണിയൻ എഴുതുമ്പോൾ എക്സ് ഡോട്ടിന്റെ ടേം അവിടെ വരരുത്. എച്ച് എഴുതി കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് പോവുക? ഹാമിൽട്ടൺസ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുക. ക്ലിയർ? ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ എഴുതാം. അത് ഇസ് എ ഹോംവർക്ക്. ടിയും വിയും എഴുതി കഴിഞ്ഞിട്ട് you can directly write h equal to pk x dot minus l ന് പകരം you can say h equal to t plus v. In many cases you can say h equal to t plus v. അപ്പോൾ ഇത്രയും സമയം എടുക്കത്തില്ല. L കണ്ടുപിടിക്കേണ്ട ആവശ്യം ആ കനോണിക്കൽ മൊമെന്റത്തിന് മാത്രമേ വരത്തുള്ളൂ. അപ്പം h equal to t plus v എഴുതി അതിൻ്റെ എക്സ് ഡോട്ടിന് പകരം ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് എടുത്ത് ചെയ്താൽ നമുക്ക് പി എക്സ് എക്സ് ഡോട്ട് മൈനസ് എൽ അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. എച്ച് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ടി പ്ലസ് വിയിൽ എഴുതാൻ പറ്റും. അപ്പം സോ ദിസ് എ ഹോംവർക്ക് ഫോർ യു. ജസ്റ്റ് സോൾവ് ദ സെയിം ഇക്വേഷൻ യൂസിങ് എച്ച് ഈക്വൽ ടു ടി പ്ലസ് വി. പി എക്സ് എക്സ് ഡോട്ട് മൈനസ് എല്ലിന് പകരം എച്ച് ഈക്വൽ ടു ടി പ്ലസ് വി ഉപയോഗിച്ച് ഇതിനെ സോൾവ് ചെയ്യാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ ആണോ? അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ കുറേ പ്രോബ്ലം തന്നിരുന്നു. അതെല്ലാം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സിമ്പിൾ പെൻഡിലും ആക്ടിവേഴ്സും കോമ്പൗണ്ട് പെൻഡിലത്തിൻ്റെയും ജനറലൈസ്ഡ് മൊമെന്റം അല്ലേ? എന്തായിരുന്നു ഹോംവർക്ക്? ജനറലൈസ്ഡ് മൊമെന്റം. അപ്പം അത് ചെയ്തു എന്ന് കരുതുന്നു. അതുപോലെ ഈ ഒരു ഹോംവർക്കും ചെയ്യുക. ആൻഡ് ജസ്റ്റ് വാട്ട് ഡിറൈവ് സിമ്പിൾ പെൻഡുലം ആൻഡ് കോമ്പൗണ്ട് പെൻഡുലം യൂസിങ് ഹാമിൽട്ടൺസ് ഇക്വേഷൻ. സിമ്പിൾ പെൻഡിലോ കോമ്പൗണ്ട് പെൻഡിലോ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് ഇതുപോലെ ഡിറൈവ് ചെയ്ത് നോക്കുക. If you have any queries, we can resolve those issues in our physical class. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് നാളെയോ മറ്റന്നാളോ കാണും. അതിൽ നമുക്ക് സംശയങ്ങൾ തീർക്കാം. അപ്പോൾ അതിനു മുമ്പ് എല്ലാം പഠിച്ചു വരിക. Is it okay for you all? Yes sir. Okay, thank Yes, you. Thank you. അതിന് മുമ്പേ ഒരു കാര്യം, അപർണ അറ്റൻഡൻസ് എടുത്തായിരുന്നോ? എടുത്തു സർ. ഓക്കെ, നിങ്ങളുടെ നോട്ട്